നിങ്ങൾ ഈ കാണുന്ന ഫ്ലവർ ഇതാണ് ഈ ചെറി ബ്ലോസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റേ സാധാ ചെറിയല്ല, ഇത് ഓർണമെൻ്റൽ ചെറിയാണ്. ചെറിയ ആണെന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ പർപ്പസിന് വേണ്ടി ഗ്രോ ചെയ്യുന്ന ഒരു തരം ചെറിയ പ്ലാന്റ് ആണ്. ഇത് മെയിൻലി ജാപ്പനീസ് കൾച്ചറിൽ പെട്ട ചെടിയാണ്. അപ്പോൾ ഇത് പൂക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്പ്രിങ് വരാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ, എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ സൂം ചെയ്താണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ശൈത്യ കാലാവസ്ഥയുള്ള മേഖലകളിൽ, ഇപ്പോൾ മൂന്നാർ ആ ഭാഗങ്ങളിലൊക്കെ ഇത് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മരമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇങ്ങനെ പോകണ്ടാവുമെന്ന് അറിയില്ല. മെയിൻലി ജപ്പാൻ കൾച്ചറിലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നോർത്ത് അമേരിക്കയിലും മിക്ക സ്ഥലത്തും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. സൂം ചെയ്താണ്. ഒരു മരമാണ്, നിറച്ച് പൂവാണത്. സ്പ്രിങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പോവും. ബ്യൂട്ടിഫുൾ ആണ്. അവിടെയും കുറച്ചുണ്ടായിട്ടുണ്ട്. അത് കുറച്ച് നേരം ഞാൻ കാണിക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ട്രീറ്റിൽ കാണിക്കാം. അവിടെ ഇതുപോലെ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ചെറി ബ്ലോസത്തിൻ്റെ ഈ തൊട്ട് അടുത്തുനിന്നുള്ള ഒരു വ്യൂ ആണത്. ഇത് വേണ്ടത് ഇതാണ് ക്ലോസപ്പ്. ഇത് തൊട്ടടുത്തെന്ന് വേണമെങ്കിൽ ഞാൻ കാണിക്കുന്നത്. ഇതാണ് ചെറി ബ്ലോസത്തിൻ്റെ, ഓർണമെൻ്റൽ ചെറി ബ്ലോസത്തിൻ്റെ ക്ലോസപ്പ് വ്യൂ. കാണാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെറി ബ്ലോസത്തിൻ്റെ, ഓർണമെൻ്റൽ ചെറി ബ്ലോസത്തിൻ്റെ ക്ലോസപ്പ് വ്യൂ ഫ്ലവറിൻ്റെ. ഇനി ഇത് ഇവിടെ അടുപ്പിച്ച് ഒരു ലാൻഡ്സ്കേപ്പിംഗ് പോലെ റോഡിൻ്റെ സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഇതൊരു കുറച്ച് നേരം ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഓർണമെൻ്റൽ ചെറി ബ്ലോസം. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് പോലെ മോഡല് ഇത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിക്കാം. അങ്ങനെയാണ് ഇത് ലാൻഡ്സ്കേപ്പിംഗ് മോഡൽ. രണ്ട് സൈഡിൽ, റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ. ഇത് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ്, പക്ഷേ അത് തണുപ്പുള്ള ഏരിയയിലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ സിക്കിം, നോർത്ത് ഡെറാഡൂൺ ആ ഭാഗങ്ങളിലൊക്കെ, ഹിമാചൽ, കാശ്മീർ, പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മൂന്നാർ, പിന്നെ ആ ഹില്ലി ഏരിയയിലൊക്കെ പറ്റുമായിരിക്കും. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സ്പ്രിങ്, വസന്തകാലം വരാറായി എന്നാണ്
ഇത് പൂട്ടാല എൻ്റെ അർത്ഥം. കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. സ്പ്രിങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോവും. അപ്പം നമ്മുടെ ഹ്യൂമൻ ലൈഫ് മെറ്റാമോർഫോസിസ് അതിനൊക്കെ ഇത് സിഗ്നിഫൈ ചെയ്യുന്നതാണ് പറയണത്. ഇതാണ് ലാൻഡ്സ്കേപ്പിംഗ് രീതിയിൽ ഈ ചെറി ബ്ലോസത്തിനെ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. ഞാനത് ഒരു കുറച്ച് സെക്കൻഡ് കൂടി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓപ്പോസിറ്റ് സൈഡ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കൂടി കാണിച്ചേക്കാം. ഇതൊരു റോഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പോൾ റോഡിൻ്റെ നടുക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു ഫ്രണ്ടൽ വ്യൂവും കൂടിയാണ് ചെറി ബ്ലോസത്തിന്. ഒരു ഐഡിയ ഉണ്ടാവും എന്ത് മാത്രം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഇതേപോലെയൊക്കെയാണ് ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു വെച്ചേക്കണം വെർജീനിയയിൽ. സുഹൃത്തുക്കളെ, ഇത് ചെറി ബ്ലോസം മരത്തിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ അടിയിൽ നിന്നുള്ളത് എടുക്കുമ്പോൾ സൂം ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഞാൻ നോക്കിയിട്ട് വാൾപേപ്പറൊക്കെ ആക്കാൻ പറ്റിയ വിഷ്വൽസാണ്. മരത്തിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വ്യൂ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, അതാണ് ഇത്. ഈ ചെറി ബ്ലോസം ഉണ്ടായി നിൽക്കുന്ന ഒരു വ്യൂ. ഇത് അങ്ങ് അറ്റം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് കെട്ടിടങ്ങൾക്കൊക്കെ നല്ല ബ്യൂട്ടി നൽകുന്നുണ്ട്. ഒരു വേറൊരു ഏരിയയിൽ മറ്റേ നമ്മൾ ഓപ്പോസിറ്റ് വ്യൂ കാണിക്കാമെന്ന് പറഞ്ഞു. സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ കാണിക്കുമ്പോൾ ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കും. ഉണ്ട് കെട്ടിടങ്ങളുടെയൊക്കെ മുമ്പിൽ. അപ്പോൾ ഇങ്ങനെയാണ് ലാൻഡ്സ്കേപ്പിങ്ങിന് ഈ ഫ്ലവറിങ് ട്രീസൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ട്രീ അല്ല, ഒരു തരം ഷ്രബ് പോലെയാണ്. അധികം ട്രീ ആയിട്ട് വളരില്ലത്. ഓർണമെൻ്റൽ യൂസാണ്, മറ്റേ ഫ്രൂട്ട് ഉണ്ടാണ്, ചെറിയല്ല. ബ്യൂട്ടിഫുള്ളാണ്. ഇത് ക്യാമറയിൽ അത്ര ജസ്റ്റിസ് വന്നിട്ടില്ല, നേരിട്ട് കാണുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സൂം ചെയ്തും കൂടി കാണിച്ചത് ഇതായിരിക്കും. ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. മരമായിട്ട് കാണിക്കുമ്പോഴും ഇങ്ങനെ തന്നെ.
അപ്പോൾ ഇതൊക്കെയാണ് ചെറി ബ്ലോസത്തിൻ്റെ കാഴ്ചകൾ. നമ്മുടെ നാട്ടിലും ശൈത്യ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഇത് പിടിപ്പിക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയും പിന്നെ എന്താ ഒരു ലൈഫിൻ്റെ ഒരു മെറ്റാമോർഫോസിസും, സ്പ്രിങ് വരാറായി, വസന്തകാലം വരാറായി എന്നുള്ളൊരു മെസ്സേജൊക്കെയാണ് ഇതിൻ്റെ അന്ന് കിട്ടണമെന്നാണ് പറയപ്പെടുന്നത്.